നമ്മൾ നേരത്തെ പറഞ്ഞു, സുരേഷ് ഗോപി പറഞ്ഞതുപോലെ തൃശൂർ പൂരം ആകാശത്ത് സിന്ദൂരം വിതറിയപ്പോൾ ഇന്ത്യയുടെ ശക്തമായ സൈന്യം നമ്മുടെ ചുണക്കുട്ടികൾ പാകിസ്ഥാന്റെ ആകാശത്ത് സിന്ദൂരം വിതറിയതാണ് നമ്മൾ കണ്ടത്. ഇന്ത്യയിലെ സാധാരണക്കാരായ നിരായുധരായ നമ്മളുടെ ഇന്ത്യൻ പൗരന്മാരെ, ഇന്ത്യൻ സഹോദരങ്ങളെ, ഇന്ത്യൻ സഹോദരിമാരുടെ സിന്ദൂരം മായിച്ച പാകിസ്ഥാന്റെ തീവ്രവാദ ക്യാമ്പുകളെ നമ്മൾ തകർത്തത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. നേരത്തെ നമ്മൾ മുസാഫറാബാദിന്റെ കാര്യം പറഞ്ഞു. മുസാഫറാബാദ് പാക് ഒക്കുപൈഡ് കാശ്മീരിന്റെ തലസ്ഥാനമാണ്. വൈ മുസാഫറാബാദ് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഹിസ്ബുൾ മുജാഹിദീൻ സയ്യിദ് സലാഹുദ്ദീൻ ഇവരെ തേടിയാണ് നമ്മളുടെ ശക്തമായിട്ടുള്ള സംവിധാനം ഇന്നലെ തിരിച്ചടിച്ചത് മുസാഫറാബാദിൽ. എന്നാൽ മറ്റു രണ്ട് പ്രധാനപ്പെട്ട ലൊക്കേഷനുകൾ സ്ട്രാറ്റജിക് ലൊക്കേഷനുകളാണ്. ഈ സ്ട്രാറ്റജിക് ലൊക്കേഷനുകളുടെ പ്രസക്തി കൂടി ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഏറ്റവും ശ്രദ്ധേയമായത്, ഇന്നലെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിലും പാകിസ്ഥാനിലുമായി 9 കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യം വെച്ചത്. അതിൽ നിർണായകമായ 2 സ്ട്രാറ്റജിക് പോയിന്റുകളുണ്ട്. നമ്മൾ മറക്കാൻ പാടില്ലാത്തത്, അതിന്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. അതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥലമെന്ന് പറയുന്നത് മുരിഡ്കയാണ്. രണ്ടാമത്തെ സ്ഥലമെന്ന് പറയുന്നത് ബഹൽപൂരാണ്. ആദ്യത്തെ മുരിഡ്കെ, രണ്ടാമത്തെ ബഹൽപൂർ. എന്താണ് ബഹൽപൂരിലും മുരിഡ്കയിലും സംഭവിക്കുന്ന കാര്യങ്ങൾ ഞാൻ പ്രേക്ഷകരെ വിശദീകരിക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാകിസ്ഥാന്റെ ഭൂപടത്തിന്റെ ഉള്ളിലാണ്. പാകിസ്ഥാന്റെ ഭൂപടത്തിനുള്ളിൽ പ്രേക്ഷകർക്ക് കാണാം, ഇവിടെ ഈ പ്രദേശം എന്ന് പറയുന്നത് ലാഹോറിൽ നിന്ന് 40 കിലോമീറ്റർ മാത്രം അകലെയുള്ള സ്ഥലമാണ് മുരിഡ്കെ എന്ന് പറയുന്ന പ്രദേശം. ഞാൻ നിൽക്കുന്നത് മുരിഡ്കയിലേക്ക് വേണമെങ്കിൽ നമ്മുടെ ക്യാമറ ഫോക്കസ് ചെയ്യാം. മുരിഡ്കയിൽ നമ്മുടെ അതിർത്തിയിൽ നിന്ന്, നമ്മളുടെ ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് നമുക്ക് ആകെയുള്ളത് 30 കിലോമീറ്റർ ദൂരം മാത്രമാണ്. ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള ഈ മുരിഡ്കയിലാണ് യഥാർത്ഥത്തിൽ നമ്മളതിനെ വിളിക്കുന്നത് ടെറർ ക്യാമ്പ് എന്നാണ്. ടെറർ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ലഷ്കർ ഇ തോയ്ബയുടെ ട്രെയിനിങ് സെൻ്ററാണ്, ബ്രീഡിംഗ് സെൻ്ററാണ് മുരിഡ്കയിലാണ് ലഷ്കർ ഇ തോയ്ബ കമാൻഡർമാരെ വാർത്തെടുക്കുന്ന ടെറർ നഴ്സറി. ആ ടെറർ നഴ്സറിക്ക് നേതൃത്വം നൽകുന്നയാളാണ് ഹഫീസ് സയ്യിദ്. ആ ഹഫീസ് സയ്യിദിൻ്റെ ശിഷ്യനാണ് കസൂരി. ആ കസൂരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന പഹൽഗാമിലെ നമ്മളുടെ സാധാരണക്കാരായ നിരായുധരായ സഹോദരങ്ങളെ കൊന്ന തീവ്രവാദ സംഘത്തിലുള്ളത്. ലഷ്കർ ഇ തോയ്ബയുടെ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടന, ആ സംഘടനയുടെ ബ്രീഡിംഗ് പോയിന്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഓൺ മാപ്പ് പ്രേക്ഷകർക്ക് കാണാം, ഇത് നമ്മളുടെ ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് കേവലം 30 കിലോമീറ്റർ മാത്രം അകലെയാണ്. ലാഹോറിൽ നിന്നാവട്ടെ 40 കിലോമീറ്റർ ഡിസ്റ്റൻസിലുമാണ് ഈ മുരിഡ്കെ എന്ന പ്രദേശം കിടക്കുന്നത്. മുരിഡ്കെ തിരഞ്ഞെടുക്കാനുള്ള കാരണം അത് ഹഫീസ് സയ്യിദിനുള്ള മറുപടിയാണ്, അത് ലഷ്കർ ഇ തോയ്ബയ്ക്കുള്ള മറുപടിയാണ്. അത് ലഷ്കർ ഇ തോയ്ബ പാലൂട്ടി വളർത്തിയ അവരെ ഇന്ത്യൻ സിവിലിയനുകളിലേക്ക് ഇന്ത്യയെ വിഭജിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ കാശ്മീരികളെ ട്രെയിൻ ചെയ്യുന്ന ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിനുള്ള താക്കീതാണ്. സോ ടാർഗറ്റ് നമ്പർ 1 മുരിഡ്കെ ടാർഗറ്റ് ചെയ്തത് ലഷ്കർ ഇ തോയ്ബയെ തേടി, ഹഫീസ് സയ്യിദിനെ തേടി. ഏറെ ശ്രദ്ധേയമായ കാര്യം, ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് 30 കിലോമീറ്റർ മാത്രമേ അകലമുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ വ്യോമാതിർത്തികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളുടെ റഫേൽ വിമാനത്തിന് സ്കാൾപ്പ് മിസൈലുകൾ യഥാർത്ഥത്തിൽ ഈ മുരിഡ്കയിൽ ഇടാൻ സാധിച്ചു എന്നതാണ്. അതായത് പാകിസ്ഥാന്റെ വ്യോമാതിർത്തി ലംഘിക്കാതെ നമുക്ക് മുരിഡ്കയിൽ പോയി അടിക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുരിഡ്കെ കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട ഫോക്കൽ പോയിന്റ് ശ്രദ്ധിക്കുക, അത് ബഹാവൽപൂരാണ്. ബഹാവൽപൂർ പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് മുരിഡ്കയുടേതുപോലെ തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമല്ല. ബഹാവൽപൂരിലേക്ക് വന്നാൽ ബഹാവൽപൂരിൻ്റെ പ്രാധാന്യം എങ്ങനെയാണോ മുരിഡ്കെ ലഷ്കർ ഇ തോയ്ബയ്ക്ക് സമാനമായ നിലയാണ് ബഹാവൽപൂർ ജെയ്ഷെ മുഹമ്മദിന്. ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവൻ മസൂദ് അസർ, നമ്മൾ മുംബൈ ആക്രമണത്തിൻ്റെ സൂത്രധാരനായ മസൂദ് അസർ നമ്മൾ പിന്നീട് കാണ്ഡഹാറിലെ വിമാന റാഞ്ചിലും അതിനെ തുടർന്ന് മസൂദ് അസറെ മോചിപ്പിച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ മസൂദ് അസർ ഉള്ള സ്ഥലമാണ് ബഹാവൽപൂർ. മസൂദ് അസറിന്റെ താവളമാണ്. അവിടെയാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ട്രെയിനിങ് സെന്ററാണ്. ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ സ്ഥലമാണ്. ഇന്ത്യയുടെ പെർമനന്റ് ഹെഡേക്കാണ് ഈ ബഹാവൽപൂർ. മാത്രമല്ല, തീവ്രവാദികൾ ഇന്ത്യയിൽ വന്ന് അതിക്രമം നടത്തിക്കഴിഞ്ഞാൽ അതിവേഗം പോകുന്നത് ഈ ബഹാവൽപൂരിലേക്കാണ്. അതായത് നമ്മൾ കണ്ട ഈ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രത്തിൽ ട്രെയിനിങ് ആണ് നടക്കുന്നതെങ്കിൽ ബഹാവൽപൂർ എന്നുള്ളത് ഒരേ സമയം ജെയ്ഷെ മുഹമ്മദിനും ലഷ്കർ ഇ തോയ്ബയ്ക്കും ഹിസ്ബുൾ മുജാഹിദിനും അഭയം കൂടി നൽകുന്ന സ്ഥലമാണ്. ടെറർ ക്യാപിറ്റൽ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന സ്ഥലമാണ് ബഹാവൽപൂർ. അപ്പോൾ 3 ലൊക്കേഷനുകളാണ്. ഒന്ന്, ഹിസ്ബുൾ മുജാഹിദിൻ്റെ ട്രെയിനിങ് സെൻറ്ററും ഹിസ്ബുൾ മുജാഹിദിൻ്റെ ആസ്ഥാനവുമായ പാക് ഒക്കുപൈഡ് കാശ്മീരിൻ്റെ തലസ്ഥാനം മുസാഫറാബാദ്. ആ മുസാഫറാബാദിൽ സയ്യിദ് സലാഹുദ്ദീൻ എന്ന് പറയുന്ന ഹിസ്ബുൾ മുജാഹിദീൻ്റെ നേതാവ്. രണ്ടാമത്തേത് ബഹാവൽപൂരിൽ മസൂദ് അസറിൻ്റെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം.
മൂന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ മുരുട്കെ എന്ന പ്രദേശത്താണ് ലഷ്കർ എ തോയ്ബയുടെ കമാൻഡർ ഹാഫിസ് സയ്യിദിന്റെ താവളമുള്ളതും ഇതാണ് ടെറർ നഴ്സറി എന്നറിയപ്പെടുന്നതും. ചുരുക്കത്തിൽ ഈ പ്രദേശത്ത് ലഷ്കർ എ തോയ്ബ ടെറർ നഴ്സ് ചെയ്യും. ബഹാവൽപൂർ എന്നുള്ളത് അവരെ കൂടുതൽ ട്രെയിനിങ് ചെയ്ത് അവർക്കുള്ള അഭയസ്ഥാനമൊരുക്കും. മുസാഫറാബാദ് ലോഞ്ചിങ് പാഡായിട്ട് പ്രവർത്തിക്കും. അതാണ് ഈ 3 ലൊക്കേഷനുകളുടെയും സ്ട്രാറ്റജിക് പ്രാധാന്യം എന്ന് പറയുന്നത്. എന്തായാലും മുസാഫറാബാദിലും മുരുട്കയിലും ബഹാവൽപൂരിലും ഇന്ത്യൻ ആർമിയും നേവിയും എയർഫോഴ്സും നടത്തിയ സംയുക്ത ആക്രമണം ആ അർത്ഥത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനെ ഞെട്ടിച്ചിരിക്കുന്നു. അതും പാകിസ്ഥാന്റെ റഡാറുകൾക്ക് പിടികൊടുക്കാതെ 12:27 റഫേലിൽ ഘടിപ്പിച്ച സ്കാൾപ്പ് ക്രൂയിസ് മിസൈലുകളാണ് ഈ പ്രദേശത്തേക്ക് എത്തിയത്. ഞാൻ അതുകൂടി ഒന്ന് വിശദീകരിക്കാം. ഇന്ത്യയുടെ വ്യോമാതിർത്തിയിൽ നിന്നുകൊണ്ട് തന്നെ ഈ മുരുട്കയിലേക്കും ബഹാവൽപൂരിലേക്കും എത്തുക അത്രമേൽ നിഷ്പ്രയാസമാണ് നമ്മളുടെ റഫേൽ വിമാനത്തിന്. റഫേലിൻ്റെ സ്കാൾപ്പ് ക്രൂയിസ് മിസൈലിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 300 കിലോമീറ്ററാണ്. 400ഓളം കിലോഗ്രാം പേലോഡ് വഹിക്കാൻ ശേഷിയുള്ളതാണ്. സർഫസ് ടു ഗ്രൗണ്ട് മിസൈലാണ്. ആ പേലോഡുമായി 2 പേലോഡുകൾ ഒരു റാഫേലിന് വഹിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും പാകിസ്ഥാന്റെ ടെറിട്ടറിയിലേക്ക് ലക്ഷ്യം വെച്ചത് റഫേലിൻ്റെ സ്കാൾപ്പ് ക്രൂയിസ് മിസൈലുകളാണ്. അത് ഉപയോഗിച്ചതാവട്ടെ ഹമ്മർ ബോംബിംഗ് സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൃത്യമായി അണുവിട മാറാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് ബോംബിടാൻ കഴിയുന്ന നമ്മളുടെ റഫാൽ, ആ റഫാൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ആക്രമണം നടത്തിയത്. നിമിഷ നേരം കൊണ്ട് നമുക്കതിൻ്റെ ഫലം സാധിച്ചു. പാകിസ്ഥാന്റെ റഡാറുകളിൽ പെടാതെ ഒരു റഫാൽ വിമാനവും ഒരു പോർ വിമാനവും നമുക്ക് നഷ്ടപ്പെടാതെ, ഒരു സൈനികന്റെയും ജീവൻ നഷ്ടപ്പെടാതെ വളരെ ക്വിക്കായിട്ടുള്ളൊരു മിലിറ്ററി ഓപ്പറേഷൻ. അതിനുശേഷം തിരിച്ച് ഇന്ത്യൻ അതിർത്തിയിലേക്ക് അവരെത്തിയത് നിമിഷങ്ങൾക്കുള്ളിലാണ്. 12:27 ഓപ്പറേഷൻ, 1:44 PIBയുടെ പ്രസ് മീറ്റ് പത്രക്കുറിപ്പ് വരുന്നു. ആ പത്രക്കുറിപ്പിലാണ് ഈ ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഉണ്ടായിരുന്നത്. പി ആർ സുനിലും ഒപ്പം തന്നെ ഉണ്ണി ബാലകൃഷ്ണനും സജീഷും സുജയ പാർവതിയും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഏറ്റവും പ്രധാനമായത് സുജയ പാർവതി, ഇതാണ് യഥാർത്ഥത്തിലുള്ള അതിൻ്റെ സ്ട്രാറ്റജിക് പ്രാധാന്യം. ഇതാണ് ഈ 3 ലൊക്കേഷനുകളുടെയും സ്ട്രാറ്റജിക് പ്രാധാന്യം. ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മളുടെ സാധുക്കളായിട്ടുള്ള സഹോദരിമാരുടെ സിന്ദൂരം മായിച്ച ഈ തീവ്രവാദികൾക്ക് അവരുടെ ട്രെയിനിങ് ക്യാമ്പുകളിൽ പോയി നമ്മൾ മറുപടി കൊടുത്തു. നായ് മിൽത്താ ഹേ നായ് മിൽ കരേഗ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. പ്രധാനമന്ത്രി പറഞ്ഞു, ട്രാക്ക് ചെയ്യും ലോകത്ത് ഈ ഭൂതലത്തിൽ എവിടെ ഒളിച്ചാലും നിങ്ങളെ ഞങ്ങൾ ട്രാക്ക് ചെയ്യും, പിന്തുടർന്നെത്തും, നിങ്ങളെ വേട്ടയാടുമെന്ന് പറഞ്ഞു. വേട്ടയാടിയിരിക്കുന്നു. പാകിസ്ഥാനിൽ 5 ഇടങ്ങൾ, പാക് ഒക്കുപൈഡ് കാശ്മീരിൽ 4 ഇടങ്ങൾ.